ഇന്ന് നേഷൻ ഫസ്റ്റിൽ എന്നോടൊപ്പം അതിഥിയായുള്ളത് ഇടതു നിരീക്ഷകനായ ഷാജി പാണ്ഡ്യാലയാണ്. നമസ്കാരം സർ. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു പയ്യന്നൂരിലെ വി കുഞ്ഞികൃഷ്ണൻ അദ്ദേഹത്തിന്റെ പുസ്തകം പ്രകാശനം ചെയ്ത ചടങ്ങിൽ പുസ്തകം ഏറ്റുവാങ്ങി എന്നതിന്റെ പേരിൽ VS അനിൽകുമാർ എന്ന് പറയുന്ന ഒരു സഖാവിന്റെ വീടിന് മുന്നിൽ റീത്ത് വെച്ചൊരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇതിലൊന്നും ഒതുങ്ങുന്നതല്ല CPM-ന്റെ ഈ പറയുന്ന പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഒരു ഭീഷണി എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി ചർച്ചയായ കേരള സ്റ്റോറിയുടെ പിന്നിൽ പോലും CPM-ന്റെ കൈകളുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പറയുന്ന CPM-ന്റെ ഇത്തരത്തിലുള്ള നീക്കങ്ങളെ സർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതില് ഒരു പ്രധാനപ്പെട്ട ഘടകം VS അനിൽകുമാറിന്റെ വീട്ടിന്റെ മുന്നിൽ റീത്ത് വെച്ചു സംഭവമാണ്. ആ റീത്ത് വെച്ചു എന്ന സംഭവത്തെ വലിയ കഴിഞ്ഞ 2 ദിവസമായി. അപ്പൊ 2 ദിവസത്തിന് ശേഷം എന്താ പറഞ്ഞാല് ഈ നിലപാടുകളിൽ ചെരിവ് സംഭവിക്കുന്ന ഒരവസ്ഥയാണ് വാസ്തവത്തിൽ പൂക്കാസൊക്കെ ഇപ്പൊ സ്ഥിരമായി സംഭവിക്കുന്നത്. നിലപാടുകളിൽ ചെരിവ് സംഭവിക്കുക. അപ്പൊ നിലപാടുകൾ ചെരിവ് സംഭവിക്കൊണ്ട് തന്നെ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഈ പറയാൻ കഴിയാത്തതുകൊണ്ടാണ് അത് പലപ്പോഴും എന്തായിരുന്നാൽ പൂക്കാസയുടെ നേരത്തെ ഉണ്ടായിരുന്ന ധീരമായ നിലപാടുകൾ മുഴുവൻ തന്നെ ഒരുതരം വഴുവഴുപ്പൻ നിലപാടുകളായി മാറി വലിയവർക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരു ഓർഗനൈസ്ഡ് ഫോം മാത്രമായി ചുരുങ്ങിപ്പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് അതിന്റെ മേലെ പൂക്കാസയുടെ പ്രമുഖനായിട്ടുള്ള അശോകൻ ചെരുവിൽ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ പ്രസ്താവന എന്താന്ന് പറഞ്ഞാൽ VS അനിൽകുമാറിന്റെ വീട്ടിൽ റീത്ത് വെച്ചത് ശക്തമായി അപലപിക്കുകയാണ് ചെയ്തത്. ഈ ശക്തമായി അപലപിക്കുന്നുവെന്ന ഒരു തിരിച്ചറിവ് അശോകൻ ചെരുവിലിന് ഉണ്ടാവാനുള്ള കാരണം എന്ത് എന്നതാണ് ആദ്യത്തെ ചോദ്യം. ഈ തിരിച്ചറിവ് എങ്ങനെ സംഭവിച്ചു? ഇതിന് തിരിച്ചറിവുണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പൊതുജനങ്ങളിൽ നിന്ന് എത്രമാത്രം അകറ്റപ്പെട്ടുവെന്നും ഈ അകറ്റപ്പെടുന്നതിന്റെ ഭാഗമായി അതിന്റെ ബൈ പ്രോഡക്റ്റ് മാത്രമായി മാറ്റപ്പെട്ടിട്ടുള്ള വർഗ ബഹുജന സംഘടനകൾ അല്ലെങ്കിൽ പോഷക സംഘടനകൾ, ആ സംഘടനകൾ പൊതുജനങ്ങളിൽ നിന്ന് സമ്പൂർണ്ണമായി ഒറ്റപ്പെടുകയാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് രക്ഷ നേടാനുള്ള പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ ഒരു തിരുത്ത് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും ആ തിരുത്ത് സ്വാഗതാർഹമാണ്. ഇത് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയാം. പക്ഷെ നമ്മൾ തിരിച്ചറിയാൻ നിൽക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ഘടകമുണ്ട്. ഈ റീത്ത് വെക്കുന്നതിന് മുൻപിൽ റീത്ത് എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരു മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഭവമാണ് റീത്ത് വെക്കുന്നത്. അതിന് മുൻപ് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ നടന്നിട്ട പ്രഖ്യാപനങ്ങൾ ഒന്ന് ഈ കൊലവിളി പ്രസംഗമാണ്. ഏറ്റവും കൂടുതൽ നടന്ന കൊലവിളി പ്രസംഗമാണ്. ഈ കൊലവിളി പ്രസംഗത്തിന് ഏറ്റവും വലിയ ആചാര്യൻ ആരാണെന്നറിയാം മേഡത്തിന്? ആ ആചാര്യൻ ആരാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. കണ്ണൂർ ജില്ലയിൽ മുഴുവൻ തന്നെ കൊലവിളി പ്രസംഗങ്ങൾ നടത്തി വിമത ചിന്തയുള്ള എതിരഭിപ്രായമുള്ളവരെ മുഴുവൻ ആളുകളെയും ശാരീരികമായി ബന്ധം ചെയ്യുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്ത് അവസാനം അത് TP ചന്ദ്രശേഖരനെ 51 വെട്ടി കൊല്ലിപ്പിക്കുന്ന ഒരവസ്ഥ, അതിക്രൂരമായ കൊലപാതകം നടത്തി പൊതുജനങ്ങളിൽ നിന്ന് പാർട്ടി സമ്പൂർണ്ണമായി ഒറ്റപ്പെട്ട് അതിനെതിരെ വന്നിരിക്കുന്ന വലിയ തോതിലുണ്ടായിരിക്കുന്ന ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ, ജനാധിപത്യ അഭിപ്രായങ്ങൾ രൂപം കൊണ്ടതിന്റെ ഫലവും കൂടിയാണ് ജനാധിപത്യ സംരക്ഷണം എന്ന് പറയുന്ന സംഭവത്തിന്റെ വിശാലമായ അർത്ഥത്തിലേക്ക് ഇത് കടക്കുന്നത്. ഇത് കടക്കുന്നതിന്റെ തുടർച്ചയായിട്ടാണ് ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ പഴയ മാനസിക രോഗം വീണ്ടും കാണിക്കുന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമായിട്ടാണ് അവിടെയാണ് വാസ്തവത്തിൽ റീത്ത് മുദ്രയിടപ്പെട്ടത്. നിങ്ങൾക്ക് മറ്റേ ആൾ ഓർക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. തലശ്ശേരി എന്നുള്ള കേരളത്തിൽ ഏറ്റവും പ്രമുഖനായിരിക്കുന്ന ചിന്തകനും വിമർശകനുമായിട്ടുള്ള MB ദേവൻ. ഈ MB ദേവന്റെ വീട്ടിൽ റീത്ത് വെച്ചത് ഈ മുഖ്യമന്ത്രിക്കെതിരെ പരാമർശം നടത്തിയതിന്റെ പേരിലായിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ പരാമർശം നടത്തിയതിന്റെ പേരിലാണ് MB ദേവൻ. ആളുകൾ ആരും മറന്നുപോയിക്കാണെന്ന് പത്രങ്ങളൊക്കെ വന്നിട്ട് വലിയ വാർത്ത വന്നതാണ്. ഈ ഒരു അവസ്ഥ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ, അതായത് ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുന്ന ഒരാൾക്ക് ചെയ്തു വന്നിരിക്കുന്ന സംഭവങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് സുനിശ്ചിതമായും 2026 ഇലക്ഷനിൽ ബഹുകാലം ദൂരെയായിരിക്കുമെന്ന തിരിച്ചറിവ് വ്യാപകമായി വന്നതിനെ തുടർന്നാണ് ഈ ഒരു പറയുന്ന ഒരു തിരുത്ത് അശോകൻ ചെരുവിലെ പോലത്തെ ഒരാൾ ഇന്ന് വാട്സാപ്പിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. ഇതിന്റെ തന്നെ വേറൊരു വിഷയം നിങ്ങൾക്ക് ഞാൻ പറയാം. ആ വേറൊരു വിഷയം എന്താ പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഇയാളുടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാളുടെ മൈക്ക് ഇറക്കാറായപ്പോ എന്താ പറഞ്ഞാൽ അയാൾ വളരെ ക്ഷമയോടെ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്, ഇത് ഞാനുണ്ടാകുമ്പോൾ ഇപ്പൊ സ്ഥിരമായി സംഭവിക്കുന്ന ഒന്നാണ് ഇത്. ഈ ഒരു പക്വതയും പാകതയും ഇയാൾക്ക് വന്നതിന് അർത്ഥം എന്താണ്? ഈ പാകത എന്ന് പറയുന്നത് കൃത്രിമമായി നിർമ്മിച്ചിരിക്കുന്ന പാകതയാണ്. ഈ പക്വത എന്ന് പറയുന്നത് കൃത്രിമമായി നിർമ്മിച്ചിരിക്കുന്ന പക്വതയാണ്. എന്തിനാണെന്നറിയോ? ജനങ്ങളെ പറ്റിക്കാനാണ്. നേരത്തെ ആയിരുന്നെങ്കിൽ ഏതാണ്ട് പാർട്ടിയുടെ വാർത്താ സെക്രട്ടറി വരെ ഇയാളെ കോപ്പി അടിച്ചിട്ടാണ് പാവം മൈക്കോപ്പറേറ്റർമാരെ ബുദ്ധിമുട്ടിച്ചത്. ഈ മൈക്കോപ്പറേറ്റർമാരെ ബുദ്ധിമുട്ടിച്ചതിന്റെ പേരിൽ സാംസ്കാരിക കേരളത്തിൽ, രാഷ്ട്രീയ കേരളത്തിൽ, സാമൂഹ്യ മണ്ഡലങ്ങളിൽ അതുണ്ടാക്കിയിരിക്കുന്ന പ്രത്യാഘാതമുണ്ട്. ആ പ്രത്യാഘാതം താങ്ങാനാവാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നും ബോധ്യത്തിൽ നിന്നുമാണ് ഈ കപട നാടകം ഇപ്പോൾ അരങ്ങേറുന്നത്.
അതിനാൽ VS അനിൽകുമാറിന്റെ വീട്ടിൽ പിന്നെ ഇത് വെച്ച് തെറ്റായിപ്പോയി എന്ന് പറയുന്നത് തെറ്റായത് അത് ശരിയല്ല, അത് പ്രതിഷേധം അറിയിക്കുമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ? ഇതുവരെ ചെയ്തിരിക്കുന്ന മുഴുവൻ സംഭവങ്ങളും ഇതുപോലെ തെറ്റായിരുന്നു എന്ന് വിളിച്ചു പറയാനുള്ള ധൈര്യം ആര് കാണിക്കണം എന്നറിയോ? ഈ പൂക്കാസക്കാരൻ കാണിക്കണം, അല്ലെങ്കിൽ അശോക് ചെരുവിൽ കാണിക്കണം. ഇത് കാണിക്കുവോ? ഇത് കാണിക്കാൻ കഴിയില്ല. ഇത് കാണിക്കാൻ കഴിയില്ല എന്നതിന്റെ തുടർച്ചയായിട്ടുള്ള മറ്റൊരു ഉദാഹരണമാണ് അത്. ഇതിന് മുഴുവൻ തന്നെ ജനാധിപത്യവും പൗരാവകാശവും സ്വതന്ത്ര ചിന്തയുമായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. ഇത് പ്രധാനപ്പെട്ടിരിക്കുന്ന കാരണം എന്താണ്? ഈ പറയുന്ന റീത്ത് അവിടെ വെക്കാണ്ടായ കാരണം എന്താണ്? PV കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം ജോസഫ് സി മാത്യു പുസ്തക പ്രകാശനത്തിൽ അത് ഏറ്റുവാങ്ങിയത് VS അനിൽകുമാറാണ് എന്നതുകൊണ്ട് മാത്രമാണ്. വേറെ ഒരു വിഷയവും VS അനിൽകുമാറുമായി ഈ പാർട്ടിക്ക് തർക്കങ്ങളൊന്നുമില്ല. പക്ഷെ തിരിച്ചറിയുന്ന ഒരു വിഷയം, ഈ VS അനിൽകുമാർ എന്താണ് എഴുതുന്നത്, എന്താണ് പറയുന്നത് അറിയുന്ന എത്ര ഏപ്യന്മാർ ഈ കൂടകത്തിൽ ഈ വൃത്തികൾ ചെയ്തതിനകത്തുണ്ട്, എത്ര ഏപ്യന്മാർ അതിനകത്തുണ്ട്. ഒരൊറ്റണ്ടാവില്ല. എഴുതുന്നത് എന്താണ് എന്ന് മനസ്സിലായിട്ടുള്ളവരാണ് എങ്കിൽ എന്തുകൊണ്ടോ ഒരു തലക്ക് ആട് കയറുന്നുള്ള തലക്കകത്ത് ആൾത്താമസം ഉണ്ടാവും. ഇതില്ലാതിരിക്കുന്ന ആളുകളെ കൊണ്ടാണ് ഈ സാധനം ചെയ്തത്. എന്നിട്ട് അവസാനം ചെയ്തത് എന്താണ്? രാവിലെ ആകുമ്പോൾ ആ വീട്ടിലേക്ക് പാർട്ടിയുടെ ആളുകൾ തന്നെ ചെല്ലുന്ന ഒരു അവസ്ഥയുണ്ടായി. എന്തിനാണ് ചെന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക്? അതും എന്താണെന്ന് പറ്റിക്കാനാണ്. അല്ലെങ്കിൽ എന്ത് വേണം? പരസ്യമായി പാർട്ടിക്കാരുടെ അവിടെ പൊതുയോഗം നടത്തി ഈ ചെയ്തതിൽ പ്രതിഷേധിക്കണം. ഇത് പ്രതിഷേധിക്കാതെ ഇപ്പോഴത്തെ ഒരു വാറോ രാജ്യം മുന്തി ഇളക്കിയിട്ട് അതിൽ പ്രതിഷേധമുണ്ട് എന്ന് പറയുന്നത് മാത്രം എന്താ പറഞ്ഞാൽ പൊതുജനങ്ങളെ വീണ്ടും കബളിപ്പിക്കുകയും പറ്റിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണ്. ഇനി രണ്ടാമത്തെ വിഷയം നിങ്ങൾ എടുത്തു. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള സ്റ്റോറിയാണ്. ഈ കേരള സ്റ്റോറി പോലത്തെ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ ഈ സംവിധാനത്തെ പ്രേരിപ്പിച്ചിരിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക ഘടകം എന്ത് എന്നാണ് ആദ്യത്തെ പരിശോധന. അതാണ് കേരളം ഇത്രമാത്രം വർഗീയവൽക്കരിക്കപ്പെട്ടത് എപ്പോഴാണ്? ഈ കേരളത്തിനകത്ത് വന്നിരിക്കുന്ന സാംസ്കാരിക ബോധ്യങ്ങൾ, അതിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്ന തുടർചലനങ്ങൾ, ഇതെല്ലാം തന്നെ എന്താ കേരളത്തിന്റെ ബൗദ്ധിക മണ്ഡലത്തിനകത്തെ ആളുകളെ ഒരു കാസ്റ്റ്ലെസ് സൊസൈറ്റിയിലേക്ക് പോകാൻ മാത്രമുള്ള ദൂരത്തിലേക്ക് ഉയർത്താൻ മാത്രം പര്യാപ്തമായിരിക്കുന്ന ബൗദ്ധിക ചിന്തകളായിരുന്നു. അതിനെ മുഴുവൻ തന്നെ പാർട്ടിയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അധികാര നിലനിർത്തലുള്ള സ്ട്രാറ്റജിയിലേക്ക് അത് ചുരുക്കി കഴിഞ്ഞപ്പോൾ എന്തായി എന്ന് പറഞ്ഞാൽ ഈ ബൗദ്ധിക ചിന്തകൾ മുഴുവൻ തന്നെ, സ്വതന്ത്ര ചിന്തകൾ മുഴുവൻ തന്നെ തകർത്ത് തമ്പൂറടിച്ച് ഇല്ലാതാക്കി. അതിന്റെ ഏറ്റവും വലിയ രചയിതാവും അതിന്റെ നിർമ്മാതാവും അതിന്റെ സംഘാടകന്മാരാണ്. അതും ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. എന്തിനായിരുന്നു ഈ സംഭവിച്ചത്? ഒറ്റ കാര്യം വേണ്ടിയാണ് അധികാരം നിലനിർത്തണം. നേരത്തെ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് ജനാധിപത്യ അവകാശങ്ങൾ നിർദ്ദയമായി ചവിട്ടി വലിക്കുക. അങ്ങനെ ഒരു അവകാശം, ഒരു പൗരാവകാശം പൊതുസമൂഹത്തിന് ഉണ്ട് എന്ന ബോധം പോലും അർത്ഥമാറ്റി കാണിച്ചത്. അതിന്റെ ഫലം എന്തായി തീർന്നു? അതിന്റെ ഫലം ഈ മാനസിക നിലയുണ്ടായിരിക്കുന്ന മുഴുവൻ ആളുകളും ചെയ്ത് ഇപ്പോൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ആ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും തോറും മരിച്ചു വീഴുന്നത് മനുഷ്യനുണ്ടായിരിക്കുന്ന നന്മ എന്ന വികാരമാണ്. അങ്ങനെ ഒരു പൊതുബോധമാണ്. ആ പൊതുബോധം മുഴുവൻ തന്നെ സ്നേഹം എന്ന വികാരം, കരുണ എന്ന വികാരം, ഈ വികാരം ഇല്ലാതാവുകയും പകരം എന്തായി തീർന്നു? പാർട്ടി എന്ന് പറഞ്ഞാൽ ഇയാൾ മാത്രമാക്കി ചുരുക്കുന്ന അവസ്ഥയിൽ വന്നു. ഈ പറയുന്ന കേരള സ്റ്റോറി ഇപ്പോ പ്രതിഷേധാർഹമായിട്ട് സംഭവമാണെന്ന് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും എല്ലാം വലിയ തോതിൽ ഗീർവാനടിക്കുന്നില്ലേ? മറന്നു പോകരുത്. ഡൽഹിയിൽ പോയി നടത്തിയിരിക്കുന്ന വാർത്താ സമ്മേളനം എന്തായിരുന്നു? മലപ്പുറത്ത് 45 ലക്ഷം ജനങ്ങൾ ജീവിക്കുന്ന കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലക്കകത്ത് ജീവിക്കുന്നവർ മുഴുവൻ തന്നെ ആരാണ്? അവർ കള്ളന്മാരാണ് എന്ന ആക്ഷേപം ഉന്നയിച്ചത് ആരായിരുന്നു? ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ? കള്ളക്കടത്താണ് പ്രധാനപ്പെട്ടിരിക്കുന്ന പണി എന്ന ആക്ഷേപം ഉന്നയിച്ചതല്ലേ? അതിന് ഉപോത്ബലകമായി ഏറ്റവും ഗൗരവതരമായിരിക്കുന്ന ഒരു തരം എന്താ പറയാ ഒരു ഫനാറ്റിക് മുസ്ലിമിന്റെ പ്രഖ്യാപനം നടത്തിയാല നവോത്ഥാനത്തിന്റെ നായകനായി വന്നിട്ട് അതായത് ശ്രീനാരായണ ഗുരുവിന്റെ എല്ലാ ഗുണങ്ങളും സമ്പൂർണ്ണമായി അവാഹിച്ചെടുത്തിരിക്കുന്ന ആളാണ് ഈ പറയുന്ന കേരളത്തിലെ SNDP യോഗം സെക്രട്ടറി എന്ന് പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് മലപ്പുറത്ത് വന്ന് പ്രസംഗിച്ചത് എന്താണ്? മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് എന്നാണ് പ്രസംഗിച്ചത് അല്ലേ? മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് എന്ന് പ്രസംഗിച്ചിരിക്കുന്നയാളെ അന്ന് പ്രോസിക്യൂട്ട് ചെയ്ത് അന്ന് ഇയാൾ അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ? അതിന് പകരം എന്താണ് ചെയ്തത്? അയാളെ കാറിൽ കയറ്റി യാത്ര ചെയ്യാനായിരുന്നു ഇയാൾക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ ആര് വരുന്നു? വാ തുറന്നാൽ വിടുത്തം പറയുന്ന AK മാരൻ വരുന്നു ഭാഗത്ത്. അതിനേക്കാൾ അപ്പുറത്ത് സജി ചൊറിയാൻ വരുന്നു. കാസർഗോഡ് നിന്ന് ജയിച്ചവരുടെ പേര് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ ഉണ്ടായിരുന്ന ഇലക്ഷന്റെ സ്വഭാവം തിരിച്ചറിയാമെന്ന് പറയുന്നു. ഇതിനെല്ലാം അർത്ഥം എന്താണ്? ഈ വർഗീയമായി ചിന്തിക്കാനും ആ രീതിയിൽ ആളുകളെ പ്രേരിപ്പിക്കാനുമുള്ള രാഷ്ട്രീയ അടിത്തറ ഒരുക്കി കൊടുത്തത് ആരാണ്? അടിത്തറ ഒരുക്കി കൊടുത്തതിന്റെ ഉത്തരവാദി വാസ്തവത്തിൽ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ പാർട്ടി സെക്രട്ടറിയുമാണ്. ഇതിപ്പോ നിങ്ങൾ ഇതിൽ നിലവിളിക്കുന്നതിന്റെ കാര്യം എന്താ കാര്യം? ഒറ്റ കാര്യമാണ്. പൊതുജനങ്ങളുടെ സാമൂഹ്യ ബോധത്തിലേക്ക് ഉണ്ടായിരിക്കുന്ന വളർച്ചയും
കേരളത്തെ ഒരു തനി പ്രാന്താര്യമാക്കാൻ CPIM-ഉം അതിന്റെ പാർട്ടി സംഘടനാ രൂപവും ബോധപൂർവം കെട്ടിറക്കിയിരിക്കുന്ന രാഷ്ട്രീയ തിരിച്ചറിവിൽ നിന്നുമാണ് ആ സംബന്ധം നാട്ടുകാർക്ക് മനസ്സിലായി എന്ന് വന്നപ്പോഴാണ് ഇതേ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ കൊടുക്കുന്നത്. കേരള സ്റ്റോറി എന്താണ്? കേരള സ്റ്റോറി എന്ന് പറയുന്നത് കുറെ കൂടി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു സംഭവമാണെന്ന് പറയുന്ന സാധനം ഇപ്പൊ ഈ ഇലക്ഷന് ഈ കഴിഞ്ഞ ഒരു ഒന്നര ആഴ്ച മുമ്പിൽ എടുത്തു വന്നിരിക്കുന്ന മുഴുവൻ നാടകങ്ങൾ വന്നാണ്. മുഴുവൻ നാടകങ്ങൾ ഏതാണ്? SNDP NSSും തമ്മിലുണ്ടാക്കുന്ന ധാരണയുണ്ടാക്കാൻ തീരുമാനിച്ചു. ഈ SNDP NSSും തമ്മിലുണ്ടാക്കുന്ന ധാരണയുണ്ടാക്കാൻ തീരുമാനിച്ചപ്പോ അതിന്റെ ഒരു ഹൈപ്പർ കമ്മിറ്റിക്കകത്ത് അതിന്റെ ചർച്ച കൊണ്ടുപോകാൻ വെള്ളാപ്പള്ളി നടത്തി ഉപയോഗിച്ചത് ആരെയാണ്? NDAയുടെ ഘടകകക്ഷിയായിരിക്കുന്ന BDJS-ന്റെ നേതാവായിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് നിയോഗിച്ചത് അല്ലെ? അപ്പൊ ഇത് ഇങ്ങനെ വരികയെന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഈ വോട്ടിനെ മുഴുവൻ തന്നെ ഇവിടുത്തെ കൊണ്ടുപോകാനാണ് താല്പര്യപ്പെട്ടത്. ഈ വോട്ടിനെ മുഴുവൻ തന്നെ ആന്റി മുസ്ലിം ആയിരിക്കുന്ന ആന്റി ഡെമോക്രാറ്റിക് ആയിരിക്കുന്ന മേഖലയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിച്ച സംഭവത്തെ തുടർന്നാണ് NSSകാരൻ ചെയ്ത് ഞങ്ങൾ ഇതിന്റെ കൂടെ ഇല്ല എന്ന് പറഞ്ഞ് പിന്മാറുന്നു. ആ പിന്മാറുന്നതോടുകൂടിയാണ് ആ നീക്കം പൊളിഞ്ഞത്. ഈ നീക്കം പൊളിഞ്ഞതോട് കൂടിയിട്ടാണ് പുതിയ രീതിയിൽ ഉണ്ടായ സംവിധാനങ്ങളുമായി ഭരണാധികാരം എന്ത് വില കൊടുത്തും എങ്ങനെയെങ്കിലും നേടണമെന്ന് പറയുന്ന ഒരു ആസക്തിയിലേക്ക് ഇയാൾ വീണ്ടും കടക്കുന്നത്. ഈ കടന്നതിന്റെ ഈ ഫലം എന്താണ്? ഈ കടന്നതിന്റെ ഈ ഫലം ഇത് തന്നെയാണ്. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന നമ്മുടെ കുഞ്ഞിക്കൃഷ്ണന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ ഈ കുഞ്ഞിക്കൃഷ്ണന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ പ്രധാനപ്പെട്ട ആരോപണം അതിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഗൗരവം നേടിയിരിക്കുന്ന ഒരു വിമർശകനും അർത്ഥചിന്തകനുമായിട്ടുള്ള KC ഉമേഷ് ബാബുവിന്റെ അഡ്രസ്സിനകത്തുണ്ട് എന്ന ആരോപണം ആരുന്നയിക്കുന്നു? ആ ഉന്നയിക്കുന്ന ആൾ CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് KK രാജേഷ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആരോപണം ഉന്നയിച്ചത് എല്ലാവരും കണ്ടുകല്ലേ? തിരിച്ചറിയേണ്ടത് ഒന്നാമത് ആ പുസ്തകം എവിടെയാണ് എന്തായാലും കയ്യിലുണ്ടാവുമല്ലോ. ആ പുസ്തകം തുറന്നിട്ട് കവർ തുറന്നിട്ട് ഒന്നാണ് നോക്കുക. ആ പുസ്തകം പ്രിന്റ് ചെയ്ത് എവിടെയാണ്? ആ പുസ്തകം പ്രിന്റ് ചെയ്തത് കോഴിക്കോട് നിന്നാണ് ആ പുസ്തകം പ്രിന്റ് ചെയ്തത്. അതിനകത്ത് ആരാണ് ആ പുസ്തകം പ്രിന്റ് ചെയ്തിട്ടുള്ളത് എന്ന് എവിടെയാണ് പ്രിന്റ് ചെയ്തത് വളരെ വ്യക്തമായി അതിനകത്ത് പേര് കൊടുത്തിട്ടുണ്ട്. വളരെ കൃത്യമായി പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പേര് കൊടുത്തിരിക്കുന്ന സംഭവം എന്താണ്? അതാണ് അത് CPIക്ക് വലിയ പങ്കാളിത്തമുള്ള ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ പങ്കാളിത്തം ഉണ്ടായിരിക്കുന്ന ഒരു പ്രസ്ഥാനത്. പിന്നെ അതിന്റെ തൊട്ട് താഴെ എന്ത് പേരുണ്ട്? അതിന്റെ തൊട്ട് താഴെ വളരെ കൃത്യമായി KV കുഞ്ഞികൃഷ്ണന്റെ അഡ്രസ്സും ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ പ്രസിദ്ധീകരിച്ച സാധനത്തിനകത്തുണ്ട്. പിന്നെ CPM-ന്റെ നിലവിലുള്ള പുതിയ അഴീക്കോടൻ മന്ദിരം സ്ഥാപിക്കപ്പെട പണിയുന്നത് വരെ അത് പ്രവർത്തിച്ചിരുന്നത് എവിടെയായിരുന്നു? പാറക്കണ്ടിയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഈ പാറക്കണ്ടി എന്ന സ്ഥലത്തിന് അടുത്താണ് ആര് താമസിക്കുന്നത്? KC ഉമേഷ് ബാബു അദ്ദേഹം താമസിക്കുന്നത്. ഈ താമസിക്കുന്ന സമയത്ത് കണക്ട് ചെയ്യേണ്ട വലിയ ആവശ്യമുണ്ടോ? അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? നിങ്ങൾ ഒരു ഭാഗത്ത് അത് തെറ്റായി പോയി എന്ന് അർത്ഥവാദിയെ സമ്മതിക്കുക, മറുഭാഗത്ത് എന്ത് ചെയ്യുക? മറുഭാഗത്ത് ഈ ദുഷ്പ്രചരണം വീണ്ടും നടത്തുകയും ചെയ്യുക. അതുകൊണ്ടാണ് ഈ KK രാജേഷ് പോയിട്ട് ജില്ലാ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നതിന് എന്ത് വേണമെന്ന് അറിയോ? ഇരിക്കുന്ന കസേരയെ ഞാൻ ഒരു തവണ പറഞ്ഞതാണത്. ഇരിക്കുന്ന കസേര ആരെല്ലാം ഇരുന്നിരിക്കുന്ന കസേരയാണെന്ന് ആദ്യം ഒരു ധാരണ വേണം. ഇരിക്കേണ്ടവൻ യഥാർത്ഥത്തിൽ ഇരിക്കേണ്ടവൻ അവിടെ ഇരുന്നില്ലായിരിക്കും. നമ്മുടെ നാട്ടിൽ പുറത്ത് സാധാരണ വേറൊരു ചൊല്ലുണ്ട്, അവിടെയുള്ള അതുപോലുള്ള ആളുകൾ കയറിയിരിക്കുമെന്ന് പറഞ്ഞതിന് ഉത്തമ ഉദാഹരണമാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് എനിക്ക് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരാൾ എന്നൊക്കെ ഞാൻ പറയാണ്. CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ ശരിക്കും സംഘടനാപരമായി പോലും അതിനകത്ത് ബുദ്ധിപരമായി സഹായിക്കാൻ അതിനകത്ത് മുതിർന്ന ഒറ്റ തകാവില്ല എന്ന് തിരിച്ചു വല്ല മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. ഒറ്റ തകാവില്ല ഉണ്ടെങ്കിൽ ഇത്രയും വലിയ ബുദ്ധിമുട്ടുകളൊന്നും അതിനകത്ത് ഒരിക്കലും വരില്ല. തീർച്ചയായിട്ടും പ്രായത്തിന്റെ പരിമിതി കാരണം എന്ത് വരുന്നു പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനേക്കാൾ പക്വതയുടെ ആളുകൾ അവർ ഡയറക്റ്റ് ചെയ്യും. ഇങ്ങനെയല്ല പറയേണ്ടതെന്ന്. പക്ഷെ പകരം എന്താ പറയുക? അധികാരത്തോട് ആദ്യം ഈ അഹന്ത പൂത്തതിന്റെ വേറൊരു പ്രത്യക്ഷമായ ഉദാഹരണമാണ് നമ്മുടെ തിരുവനന്തപുരത്തെ ഇയാള് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് ഇയാൾ പണിയെടുത്തല്ലോ. ഈ KK രാജേഷ് അവിടെ പണിയെടുത്ത് വെച്ചിട്ട് അവിടെ ഇങ്ങോട്ടേക്ക് ഇയാൾക്ക് മാറ്റപ്പെടുന്നു, പറച്ച് പ്രതിഷ്ഠിക്കുന്നുണ്ട്. ആ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് അന്ന് അവിടെ ഉണ്ടായിരിക്കുന്ന IAS ഉദ്യോഗസ്ഥയായിരിക്കുന്ന ദിവ്യ അയ്യർ പറഞ്ഞിരിക്കുന്ന ഒരു വിചിത്രമായ അത്ഭുതകരമായ കമന്റ് എന്ത് വകയിലാണ് പറയുന്നത് ഇപ്പോഴും അറിയില്ല. KK കവചം പറഞ്ഞാൽ KK കവചം ആരുടെ ഇത് സൂര്യപ്രഭാവലയം നിലമ്പോൾ ആരുടെ KK കവചം? ഈ പറയുന്ന വിദ്വാനല്ലേ അത്? അങ്ങനെ അത്ര എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഈ വസ്തുത ഇതായിരിക്കും. ഈ മാതിരി വിഡ്ഢിത്തങ്ങൾ, ഈ മാതിരി ദുരുപദിഷ്ഠിതമായിരിക്കും പ്രസ്താവന ആരെങ്കിലും കൊടുക്കുമോ? ഇതെല്ലാം കൂടി വായിക്കുന്നു വെച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന സാധനം എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പൊതുസമൂഹ മണ്ഡലത്തെ എത്ര പേർ വൃത്തികളാക്കി അധമത്വപൂർണ്ണമാക്കി തങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലേക്ക് അതിനെ പുനഃസംഘാടനം ചെയ്ത് തങ്ങളുടെ ആധിപത്യത്തിന് കീഴിലാക്കി തീർക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് വളരെ ഫലപ്രദമായും ഭംഗിയായി നടപ്പിലാക്കാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ഒരു പിശക് സംഭവിച്ചു പ്രതിഷേധം രേഖപ്പെടുത്തുന്നില്ല എങ്കിൽ
ഉള്ളതിനേക്കാൾ വലിയ തിരിച്ചടി ഉണ്ടാകും ജനാധിപത്യ കക്ഷിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില ബോധ്യങ്ങളുടെ ഭാഗമായാണ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു എന്താ പറയുക പ്രതിഷേധം രേഖപ്പെടുത്തും എന്ന് പറഞ്ഞ് പ്രസ്താവന വരുന്നത്. മറുഭാഗത്ത് ഈ ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ ഇതിലെ കേരള സ്റ്റോറി ഈ കേരള സ്റ്റോറി സംഭവത്തിനോട് മുഖ്യമന്ത്രി വാസ്തവത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടതാണ്. മലപ്പുറത്ത് അങ്ങനെ ആയിരുന്നു അന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ ആയിരുന്നില്ല എന്ന് എനിക്ക് ഇപ്പൊ പറയാൻ കഴിയുമോ? അത് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് എന്ത് ചെയ്തത്? അതുകൊണ്ടാണ് ഇതിന്റെ സംവിധായകൻ ആവർത്തിച്ച് പറയുന്നു ഞാൻ പറഞ്ഞു തരാ എവിടെയാണ് തെറ്റിയെന്ന് മുഖ്യമന്ത്രി പറയട്ടെ എന്ന്. മുഖ്യമന്ത്രിക്ക് ഒരു അക്ഷരം ഉരിയാടാൻ കഴിയില്ല. കാരണം ഇയാൾ ക്ലിപ്പിംഗ്സ് മുഴുവൻ എന്ത് ചെയ്തു? മുഴുവൻ തന്നെ പുറത്തേക്ക് വരും. ആവർത്തിച്ച് പറഞ്ഞാണ് ഈ ഒരു വിഷയത്തിന്റെ മേലെയും കൂടിയാണ് PV Anwar ചെയ്തറിയോ CPIM കലാപത്തിന്റെ കൊടി ഉയർത്തിയത്. ഇതിന് ഈ വിഷയത്തിന്റെ മേലെയും കൂടിയാണ് കലാപത്തിന്റെ കൊടി ഉയർത്തത്. ഒരു ന്യൂനപക്ഷ സമുദായം താമസിക്കുന്ന ഭൂരിപക്ഷ ജില്ലക്കകത്ത് അവിടെ ഇതുവരെ എന്തെങ്കിലും വർഗീയ കലാപം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോ നാണമില്ലാതെ ചോദിക്കുന്ന ഒരു ചോദ്യം വിശദീകരിക്കുന്ന സംഭവം എന്താണ്? കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടായിട്ടില്ല. ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ ക്രിയേറ്റർ ആരായിരുന്നു എന്നതാണ് ചോദ്യം. ഇതിന്റെ ക്രിയേറ്റർ ആരായിരുന്നു? ഇവിടെയാണ് പറഞ്ഞ തലശ്ശേരി 71 കലാപം, തലശ്ശേരി കലാപം, വർഗീയ കലാപം. ആ കലാപത്തിന്റെ ഗൂഢാലോചനക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അന്വേഷണം നടത്തിയാൽ എത്തുന്നത് സ്വാഭാവികമായും ഈ അദൃശ്യനായിരിക്കുന്ന ഇയാളെ നേരെയായിരിക്കുമെന്ന് നേരത്തെ നിരവധി തരത്തിലുണ്ടായിരുന്ന ആരോപണങ്ങൾ ഉയർന്നത് ഇയാൾക്കെതിരായിട്ട്. ഈ അജിത് ഡോവൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ വഹിക്കുന്ന വലിയ അന്വേഷണ ഉദ്യോഗ കോട്ടയത്തെ SP ആയിരുന്നു അദ്ദേഹത്തിനാണെന്ന് കേശവനാറും ചുമതല നൽകിയതിന്റെ പേരിൽ തലശ്ശേരിയിലെ കലാപം ഒതുക്കി തീർക്കാൻ നിയന്ത്രിക്കാനുള്ള പോലീസ് ഫോഴ്സിന്റെ ആളായി തോന്നിരിക്കുന്നത് ഈ അജിത് ഡോവലായിരുന്നു. അദ്ദേഹത്തെ തലശ്ശേരിയുടെ മുക്കും മൂലയും പറയുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് അറിയാം എന്താണെന്ന്. അപ്പൊ ഇത്രയും വലിയൊരു യാഥാർത്ഥ്യം നിലനിൽക്കവേ ഇയാളുടെ ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കലാപങ്ങൾ ഉണ്ടാക്കുകയും ബോധപൂർവമായി ഭിന്നിപ്പുകൾ ഉണ്ടാക്കി അധികാരം നിലനിർത്തുക എന്ന സംഭവത്തിന്റെ ഭാഗമാണിത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തതിനകത്തുള്ള ഒരു ഉൾപ്രേരക ശക്തിയായി വർദ്ധിച്ചിട്ടുണ്ട് എന്ന് ന്യായമായും സംശയിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ സംവിധായകൻ ഇത്ര തറപ്പിച്ചും പറയുന്നത് ഇതിനെ കേരളത്തിലെ ഒട്ടനവധി സംഭവങ്ങളുമായി ബന്ധമുണ്ട് എന്ന് പറയുന്ന ആരോപണം അയാൾ ഉന്നയിക്കുന്നത് അതുകൊണ്ട് കേരളത്തിനകത്ത് ഇത്രയും മലീമസമായിരിക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷം നിർമ്മിക്കുന്നതിനകത്ത് പ്രധാനപ്പെട്ട ഘടകമായിരിക്കുന്ന 2 സംഭവങ്ങളാണ് ഇപ്പൊ ഈ സംഭവത്തിൽ അത് ചൂണ്ടിക്കാണിക്കുന്നത്. അതിലൊന്ന് ഈ റീത്താണ്, മറ്റൊന്ന് ഈ പറയുന്ന കേരള സ്റ്റോറിയാണ്. അതുകൊണ്ട് റീത്ത് എന്ന് പറയുന്ന സംഭവം വാസ്തവത്തിൽ ജനാധിപത്യ അവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്ന സംഭവത്തിനകത്ത് അതിനെ വീണ്ടും റദ്ദ് ചെയ്യുന്നതിന്റെ ഭാഗമായി വന്നിരിക്കുന്ന ഒരു ചിഹ്നം മാത്രമായി വാസ്തവത്തിൽ ഈ റീത്ത് മാറുകയാണ്. അതായത് നിങ്ങൾ വിയോജിക്കരുത് എന്നുള്ളതാണ്. എനിക്ക് നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് പറയാനോ ഞാൻ പറയുന്നത് ശരിയല്ല എന്ന് നിങ്ങൾക്ക് പറയാനുള്ള അവകാശത്തെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അഥവാ വിയോജിക്കാനുള്ള അവകാശമാണ് ജനാധിപത്യം. വിയോജിക്കാനുള്ള അവകാശമാണ് വാസ്തവത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഫ്രീഡം ടു ഒപ്പോസ്. ഈ ഫ്രീഡം ടു ഒപ്പോസ് എന്ന് പറയുന്ന അവസ്ഥയെ നിർദ്ദയമായി കൊള്ളുകയെന്ന രാഷ്ട്രീയ രീതിയാണ് CPIM എത്രയോ വർഷങ്ങളായി തുറന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ 25 വർഷക്കാലമായി അവിടെ അതിനെതിരായി വന്നിരിക്കുന്ന വലിയ തോതിലുണ്ടായിരിക്കുന്ന വിമർശനങ്ങൾ, ചലനങ്ങൾ സ്വാഭാവികമായിട്ട് രൂപപ്പെട്ടു വരുമെന്ന് തന്നെയാണ് മേഡം എനിക്ക് തോന്നുന്നത്. അതെ, തീർച്ചയായിട്ടും. എന്തായാലും റീത്തിലൂടെയും അല്ലെങ്കിൽ ഈ പറയുന്ന കേരള സ്റ്റോറിയിലൂടെ അവസാനത്തെ CPM-ന്റെ പെട്ടിയിലെ അവസാനത്തെ ആണിയും അടിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ തുടർഭരണം ലക്ഷ്യം വെച്ചുകൊണ്ട് പാർട്ടി തിരുത്തി തുടങ്ങി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും കേരള സ്റ്റോറിയുടെ പിതാവായി CPM മാറുമ്പോൾ ഇനി ജനങ്ങൾ എങ്ങനെ ഏറ്റെടുക്കും CPM-നെ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വിഷയമായി വീണ്ടും ഇരിക്കാം. ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. താങ്ക് യു.